എല്ലാവർക്കും നമ്മുടെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പ്ലാസ്റ്റിക് ബോട്ടിലും പിസ്താഷ്യലും റീയൂസ് ചെയ്തിട്ട് ഇത്തരത്തിലുള്ളൊരു പൈനാപ്പിളാണ് ചെയ്തെടുക്കാനായിട്ട് പോകുന്നത്. അതിനുവേണ്ടി ആദ്യം തന്നെ ഞാൻ ഇത്തരത്തിലുള്ളൊരു പ്ലാസ്റ്റിക് ബോട്ടിലെടുത്ത് അതിൻ്റെ ഒരു കാൽ ഭാഗം വെച്ചൊന്ന് മുറിച്ചെടുക്കുന്നുണ്ട്. നമ്മുടെ കയ്യിലുള്ള പിസ്താഷ്യലിൻ്റെ അളവനുസരിച്ച് ബോട്ടിലിൻ്റെ ലെങ്ത്ത് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാവുന്നതാണ്. എൻ്റെ കയ്യിൽ ഇവിടെ ഇപ്പോൾ അധികം പിസ്താഷ്യൽ ഇരിപ്പില്ല, അതുകൊണ്ട് തന്നെയാണ് ഞാൻ ബോട്ടിൽ ഇത്ര ചെറുതായിട്ട് മുറിച്ചെടുത്തിരിക്കുന്നത്. ഇനി ഈ ഒരു പിസ്താഷ്യൽ നമുക്ക് ബോട്ടിലിലേക്ക് ഒട്ടിച്ചു കൊടുക്കണം. അതിനുവേണ്ടി ഞാനിവിടെ ഫെവിക്വിക്കിൻ്റെ ഗമ്മാണ് യൂസ് ചെയ്യുന്നത്. ഫെവിക്വിക്കിൻ്റെ ആകുമ്പോൾ നമുക്ക് ഗ്ലൂ ഗണ്ണ് പോലെ തന്നെ ഒട്ടിച്ചെടുക്കാൻ വളരെ എളുപ്പമായിരിക്കും. ഫെവിക്കോൾ ഉപയോഗിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല, പക്ഷേ ഇച്ചിരി സമയം നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണമെന്നേ ഉള്ളൂ. അപ്പോൾ നമുക്കിതാ കാണുന്ന പോലെ നമ്മുടെ ബോട്ടിലേക്ക് ഓരോ ലെയറായിട്ട് പിസ്താഷ്യൽ ഒട്ടിച്ചു കൊടുക്കാം. ഞാനിവിടെ ഫസ്റ്റ് ലെയർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത ലെയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യത്തെ ലെയറിലേക്ക് അല്പം കയറ്റിയിട്ട് വേണം ഒട്ടിച്ചു കൊടുക്കാനായിട്ട്. ഒരുപക്ഷെ ഞാൻ പറയുന്നതിലും ക്ലിയറായിട്ട് നിങ്ങൾക്കത് വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവണം. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ ഓരോ ലെയറായിട്ട് ചെയ്തെടുത്തിരിക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് പെയിൻ്റ് അടിച്ചു കൊടുക്കണം. ഞാനിപ്പോൾ ഇവിടെ ഒരു ഗോൾഡൻ യെല്ലോ കളർ പെയിൻ്റാണ് കേട്ടോ അടിച്ചു കൊടുക്കുന്നത്. നോർമൽ യെല്ലോ ആണെങ്കിലും നിങ്ങൾക്ക് അടിച്ചു കൊടുക്കാം, പക്ഷേ ഇതാകുമ്പം കുറച്ച് എടുപ്പുണ്ടാവും അടിച്ചിട്ടുണ്ടെങ്കിൽ. ഇനിയിപ്പോൾ ഇതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് ഉണങ്ങി കഴിയുമ്പോഴേക്ക് അവിടെ ഇവിടെ ആയിട്ട് കുറച്ച് ലൈറ്റ് ഗ്രീൻ അടിച്ചു കൊടുക്കാവുന്നതാണ്. ഇനിയിപ്പോൾ ലൈറ്റ് ഗ്രീൻ ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു യെല്ലോ അടിക്കുന്നതിനോടൊപ്പം തന്നെ ചെറിയ രീതിയിൽ ഒരു ബ്ലൂ കളർ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡായിട്ട് കിട്ടുന്നതായിരിക്കും. ഞാനിപ്പോൾ ഏതായാലും അത്തരത്തിലൊന്നും ചെയ്യുന്നില്ല. ഈ ഒരു പ്ലെയിനായിട്ട് ഈ ഒരു ഗോൾഡൻ യെല്ലോ കളർ തന്നെയാണ് കേട്ടോ മൊത്തത്തിൽ അടിച്ചു കൊടുക്കുന്നത്. ചിലപ്പോൾ ഒരു 2 കോട്ട് അടിക്കുമ്പോഴൊക്കെയാണ് നമുക്ക് നല്ല ഫിനിഷിങ്ങോടുകൂടി കിട്ടുന്നത്. അപ്പം ഞാനിവിടെ 2 കോട്ട് അടിച്ച് വെയിലത്ത് വെച്ചതാ ഉണക്കിയെടുത്തിരിക്കുന്നതാണ്. ഇനി നമുക്ക് ഇത് കുറച്ചുകൂടെ ഭംഗിയാക്കാനായിട്ട് ഈ കാണുന്ന പോലെ നമ്മുടെ ഒറിജിനൽ പൈനാപ്പിളൊക്കെ ചെത്തിയെടുത്തിട്ട് ആ ഒരു മോൾ ഭാഗം ഉണ്ടെങ്കിൽ അത് വെച്ച് കൊടുക്കാവുന്നതാണ്. അതാകുമ്പോൾ കുറച്ചുകൂടെ ഒറിജിനാലിറ്റി കിട്ടും. അപ്പോൾ ഞാനിപ്പോൾ ഇത് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നതാണ് കേട്ടോ ഒരു പൈനാപ്പിൾ. ഇനി അതില്ലാന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ എന്തെങ്കിലും ഗ്രീൻ കളറിലുള്ള ഫ്ലവറൊക്കെ ഉണ്ടെങ്കിൽ അതാണെങ്കിലും വെച്ച് കൊടുക്കാവുന്നതാണ്. അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിലും നല്ല ഭംഗിയായിരിക്കും. ഇനി ഇതും നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ ഓപ്ഷൻ ഉണ്ട്. നമ്മുടെ കയ്യിലുള്ള സാധാരണ പ്ലാസ്റ്റിക്കിൻ്റെ ഫ്ലവർ ആണെങ്കിലും വെച്ച് കൊടുത്താൽ മതി. ലൈവ് പ്ലാന്റ്സ് ഒക്കെ വെക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് മണി പ്ലാന്റ് ഒക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയായിട്ടിരുന്നോളൂ. അപ്പോൾ ഇത്ര മാത്രമേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇതുപോലുള്ള വീഡിയോ കാണാൻ ആഗ്രഹിക്കുന്നവർ നമ്മുടെ ഒരു കുഞ്ഞു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.